നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ ഓഡിയോ എങ്ങനെയുണ്ട്, വിഷനൊക്കെ ഓക്കെ ആണോ? ചില കാര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ആ നിശ്ചിത സമയത്ത് നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോ വലിയ ദോഷമായി പോകുമെന്ന് കരുതുകയാണ്. നമ്മുടെ പോലത്തെ ഒരു നാടറിയാലോ, കേരളം. എല്ലാ മനുഷ്യരും ഓഡിറ്റബിൾ ആണ്. ആരും വിമർശനത്തിന് അതീതരായിട്ടുള്ളവരില്ല. എല്ലാവരും. അത് നമ്മുടെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് ഏറ്റവും താഴെയുള്ള ഏത് പൗരനെ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്ന ഒരു നാടാണ്. അങ്ങനെ ഒരു നാടിനാണ് ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു അനീതി എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. ഉണ്ണി കുളപ്പള്ളി ഉണ്ട്, ഓക്കെ. സജീവൻ കൂവപ്പള്ളി, ഓക്കെ. സുമേഷ്, അപ്പോ കുറച്ചു പേരൊക്കെ കാണുന്നുണ്ടെന്നു. ഉണ്ണി, ഹായ് ഉണ്ണി. ബാലൻ, ലാൽ സലാം സഖാവെ. അപ്പോ നമുക്ക് തുടങ്ങാം എന്ന് കരുതുന്നുണ്ട്. കുറച്ചു പേരെങ്കിലും ഒക്കെ കാണാനുണ്ട്, പ്രതികരണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോ വിഷയം ഇതാണ്. കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പൊട്ടിത്തെറിച്ചൊരു വാർത്ത നമ്മൾ കേട്ടല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇനി ഹൈക്കോടതി ജഡ്ജിയല്ല, നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നാൽ പോലും ഒരൊറ്റ കാര്യമാണ് തുടക്കത്തിലെ പറയാനുള്ളത്. എന്നെയും നിങ്ങളെയും പോലുള്ള ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഈ ഏത് പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾ. അവർ ഒരു കോട്ടിടുമ്പോഴോ ഏതെങ്കിലും ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു അധികാരം കിട്ടുന്നു എന്ന് കരുതിക്കൊണ്ട് സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെക്കുറിച്ചോ ഒരു നാടിനെക്കുറിച്ചോ എല്ലാം മറന്നിട്ട് ഈ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് സമൂഹം അതിനെ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിലയിരുത്തലിലൂടെ ഇരിക്കുന്ന കസേരയോടുള്ള ബഹുമാനം കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവ് അത് ഏത് പദവിയിൽ ഇരിക്കുന്നവർക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. കാര്യം ഇന്ന് അവർ, അതായത് ഒരു കസേരയിലും ഒരു മനുഷ്യനും സ്ഥായിയല്ല. ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. എല്ലാ കാലത്തും അതിൽ അമർന്നിരിക്കാമെന്ന് ആരും കരുതണ്ട. ഒരു നിശ്ചിത സമയത്തായിരിക്കും. കാര്യം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആരെടുത്ത് പരിശോധിച്ചാലും ഒരു 25,000 ദിവസമെങ്കിലും നമ്മൾ ഈ വളർന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന കാലഘട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു ലോകമാണ്. അങ്ങനെ ഉള്ളിടത്ത് ഒരു ഏത് പദവിയിൽ ഇരിക്കുന്നവരും നമ്മുടെ ഈ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ എടുത്താൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതും ജീവിതാവസാനം വരെ ആയിരിക്കില്ല ആ ഉയർച്ച. നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായ മെച്ചപ്പാടുണ്ടാകും. നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈ മറ്റേ ബാക്കിയുള്ള അർഹതയൊക്കെ കടന്ന് പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിയമനങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ എന്ത് നേടിയാലും അതൊക്കെ നിങ്ങൾ കരുതരുത്. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അത്തരം നേട്ടങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായി നേടിയെടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന ആ കസേരകളെല്ലാം ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് പരമപുച്ഛവും നിങ്ങളെന്ന വ്യക്തിയോട് എല്ലാ കാലത്തും ഈ സമൂഹത്തിന് വല്ലാത്ത രീതിയിലുള്ള അവജ്ഞയും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നത്, അത് ജഡ്ജിയാണെങ്കിലും ശരി, അത് ഏതൊരു കസേരയിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി, അത് ഉണ്ടാകേണ്ടത് അവരവർക്കും നല്ലതാണ്, ആ പദവിക്കും നല്ലതാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം വയനാട് നമുക്കറിയാലോ, ചൂരൽമല, മുണ്ടക്കൈ, പൊട്ടിമുടി ഉൾപ്പെടെയുള്ള പെട്ടിമുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്തോരം മനുഷ്യർക്കാണ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയത്. അതിൽ പെടാതെ പോയത് നമ്മുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് കരുതിക്കൊണ്ട് നാളെ നമുക്കിത് വന്നുകൂടായികയില്ല. ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. അതിന് ജഡ്ജിയുടെ വീട്ടിലും സംഭവിക്കാം, പ്രധാനമന്ത്രിയുടെ വീട്ടിലും സംഭവിക്കാം, മുഖ്യമന്ത്രിയുടെ വീട്ടിലും സംഭവിക്കാം. അതൊന്നും സംഭവിക്കാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നല്ലാതെ ഞങ്ങൾ എല്ലാ കാലത്ത് ഏതോ ഒരു സുരക്ഷിത കടുകുമണിക്കകത്താണ് ഇരിക്കുന്നതെന്നുള്ള ചിന്താഗതിയൊന്നും ആർക്കും വേണ്ട. ഒരു കാലം നിങ്ങളെയും തേടി വരും. ആ തേടി വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇന്നലകളിൽ ഇത് സംഭവിച്ചവർക്ക് ചെയ്തു കൊടുത്ത കാര്യമെന്നുണ്ട് ഉള്ള കാര്യം ആലോചിച്ചെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിപ്പെടാം. ബാക്കിയുള്ളതെല്ലാം നശിക്കാനുള്ളത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ഈ മനുഷ്യകുലം ഒന്നടങ്കം ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ സഹജീവികളായിട്ടുണ്ടായവർക്കുണ്ടായ ആ ഒരു വലിയ ദുരന്തം, ആ ദുരന്തത്തെ കൈപിടിക്കാൻ ഇന്ന് മനുഷ്യരായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർ, ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യണമെന്നേ നമ്മൾ പറയാനുള്ളൂ. അതിന് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ SDRF ഫണ്ട് എങ്ങനെ
എല്ലാ സ്റ്റേറ്റിനും ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. അതായത് ഒരു വർഷം 291 കോടി രൂപ തന്നു. കാര്യം ഈ കുളങ്കലക്കൽ പരിപാടിയാണല്ലോ. ഇപ്പോ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം വേണം. നമ്മുടെ ഒരു പ്രദേശം അതായത് L3 കാറ്റഗറിയിൽ പെടുത്തണം. ഒരു സ്റ്റേറ്റിന് ആ ഡിസാസ്റ്റർ, L3 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ ഡിസാസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ദുരന്തമാണ്. അതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ നിന്ന് ആ നാടിനെ വീണ്ടും തിരികെ പിടിക്കാൻ അല്ലെങ്കിൽ ആ നാടിനെ പുനരുദ്ധരിക്കാൻ വേണ്ട സഹായങ്ങൾ വേണമെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അത് ന്യായമല്ലേ? ഈ രാജ്യത്ത് ജനിച്ച ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഈ കേരളത്തിലെ പൗരന്മാർ കൂടി നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി പണം വെച്ചാണ് ഈ ഫണ്ടെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നികുതി പണം GST എന്ന പേരിൽ പിരിച്ച് അങ്ങ് മോളിൽ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു തരുന്നത് എന്തോ ഔദാര്യം പോലെ കാണിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പൈസ കൊണ്ടുപോയതിനു ശേഷം നമ്മളുടെ ആവശ്യത്തിന് തിരിച്ചു തരേണ്ടതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങൾ ആരെന്നായിരുന്നാലും ശരി, നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചു. നിങ്ങൾ ഒരു വീടാണ്. ആ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആർക്കെങ്കിലും മാസാമാസം ഈ ഇതുപോലെ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കും പോലെ പൈസ കൊടുക്കുകയാണ്. ഇൻഷുറൻസ് തന്നെ നിങ്ങൾ കുടുംബത്തിന്റെ കവറേജ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുക. അത് നിങ്ങൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതമായിട്ടുള്ളിടത്ത് കാശ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനൊരു അത്യാഹിതം വരുന്ന സന്ദർഭത്തിൽ ആ പണം തിരികെ തരില്ല എന്ന് പറഞ്ഞാൽ ന്യായമാണ്? നമുക്ക് കവറേജ് തരേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുപോലെയാണ് നമ്മുടെ നികുതി പണമൊക്കെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹായിക്കാം, ഒരു രാജ്യം ഒറ്റ നികുതി മതി എന്ന പേരിൽ സംസ്ഥാനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ചെലവിടേണ്ട പണത്തെ ഒന്നടങ്കം അങ്ങ് ഒറ്റ നികുതിയാക്കി കൊണ്ടുപോയതിനു ശേഷം എന്തോ കനിഞ്ഞ് നമ്മൾ ഇങ്ങനെ തമ്പ്രാക്കന്മാരുടെ മുന്നിൽ പോയി തൊഴുതു നിൽക്കും പോലെ നിൽക്കേണ്ട ഗതികേടാണ്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അർഹതപ്പെട്ട വിഹിതം തരത്തുള്ളൂ. ഇത് ആരുടെയും കുടുംബസ്വത്തൊന്നുമല്ല. അത് ഏത് വ്യക്തികളായിരുന്നാലും ശരി, ആ വ്യക്തികൾ ചെയ്യേണ്ട ഒരു കാര്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് SDRF, ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അമിത്ഷാ പറയുകയാണ് അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, SDRF കൊടുത്തിട്ടുണ്ട്. ഒരു SDRF ഫണ്ടിൽ നിന്ന് 1 രൂപ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. അതായത് ഒരു വർഷം കേരളത്തിൽ എവിടെ എന്ത് മഴക്കെടുതി ഉണ്ടായാലും SDRF ഫണ്ടിൽ നിന്ന് വേണം സഹായം കൊടുക്കാൻ. ഇനി വേറെ പണമില്ല ഒരു വർഷത്തേക്ക്. അത് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കും പോലെ അത് കൃത്യമായിട്ട് കേരളത്തിന്റെ വിഹിതം 291 കോടി രൂപയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ഇത് തന്നു. കാര്യം ഞങ്ങൾ ഈ ഡിസാസ്റ്ററിന് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനം. അതായത് നമ്മൾ പറയില്ല, കണ്ണിപ്പൊടിയിടുന്ന പരിപാടിയാണ്. നേരത്തെ തരാമായിരുന്നു. നമുക്കിപ്പോ ആവശ്യം ചൂരൽമലയും പെട്ടിമുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് അടിയന്തരമായിട്ട് സഹായം വേണമെന്നുള്ള കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കാര്യം അത്രമാത്രം ഒരു ദുരന്തമാണ്. നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ. എത്രയോ മനുഷ്യർ ഒഴുകിപ്പോയി. ബാക്കിയുള്ളവരെ ഈ സ്റ്റേറ്റ് സ്വന്തം നിലയ്ക്ക് അവരെ വാടക വീടുകളിൽ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോ മന്ത്രി K. രാജൻ ചോദിച്ച പോലെ SDRF ഫണ്ടിൽ നിന്ന് വാടക കൊടുക്കാൻ പറ്റുമെന്നാണ്. അതിനൊന്നും പ്രൊവിഷൻ ഇല്ല. ആ ഫണ്ട് എടുക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട്. അതായത് നോംസ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു FD പൈസ ഇട്ട് കഴിഞ്ഞാൽ നാളെ ചെന്നിട്ട് ഗൂഗിൾ പേ എടുത്തത് നിങ്ങൾ ചെലവഴിക്കാൻ പറ്റത്തില്ല. ആ പൈസ എടുക്കുന്നതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അങ്ങനത്തതാണ് ഓരോ ഫണ്ടുകൾ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ ഈ അഴിമതി ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇവർ കരുതുന്നത് ഇങ്ങനെ ഒരു കെട്ടി നോട്ട് കൊണ്ടുവന്നിട്ട് പിണറായി വിജയന്റെ കൈ കൊടുക്കുകയാണ്, ഇത് നിങ്ങൾ ആവശ്യത്തിന് ചെലവാക്കിക്കൂ എന്നുള്ള കാര്യം. വയനാടിന് വേണ്ടി 292 കോടി രൂപ ഒരു കെട്ട് ഒരു ലോറിയിൽ ഇങ്ങനെ പണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചെലവാക്കിക്കോളാൻ പറയുന്നു എന്നുള്ളതാണ് ചിലരുടെ മനോഭാവം. അതുകൊണ്ടാണല്ലോ ഈ കൈയിട്ട് വാരി എന്ന് പറയുന്നത്. കാര്യം ഈ അക്കൗണ്ടബിൾ ആണ് എല്ലാ കാര്യങ്ങളും. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരല്ലേ. ഗൂഗിൾ പേയിലൂടെ നിങ്ങൾ ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്താൽ ആ പൈസ പിന്നീട് മറ്റേ ആൾ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റും. അത് എന്തിന് ചെലവഴിച്ചു എന്നുള്ള കാര്യം ഗൂഗിൾ പേ വഴിയാണെങ്കിൽ കൃത്യമായിട്ട് രേഖ ഉണ്ടാകുമില്ലേ? അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബൈ അക്കൗണ്ടബിൾ ആയിരിക്കുമല്ലോ. അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പണം എങ്ങനെയാണ് ഈ കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോകുന്നത്? ഒരു ലോജിക്കലി നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? അത് തന്നെ ഒരു പച്ച കള്ളമാണ്. അങ്ങനെ ഓഡിറ്റബിൾ, അതായത് അതിന്റെ ഈ രാഷ്ട്രീയക്കാർക്കൊന്നും അല്ല ചുമതല. രാഷ്ട്രീയക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കാനേ പറ്റുള്ളൂ. ആ തീരുമാനങ്ങൾ പിന്നീട് ഇതിന്റെ നോംസ് ഒക്കെ നോക്കി ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നത് ഉദ്യോഗസ്ഥരാണ്. ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് നേരിട്ട് ഒരു പണവും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് ഇവിടത്തെ പലതരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി മുതൽ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിലെ സാധാ ക്ലർക്ക് വരെയുള്ളവർക്കാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. രാഷ്ട്രീയക്കാർ പറയുന്ന പല കാര്യങ്ങളും നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒപ്പിടില്ല. ഉദ്യോഗസ്ഥൻ കൂടി ഒപ്പിടുമ്പോഴാണ് എന്താകുന്നത്, അത് പ്രായോഗിക തലത്തിൽ പോകുന്നത്. രാഷ്ട്രീയ നേതൃത്വം അതിനെ നടപ്പാക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ തലപ്പത്തിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നം അവരെ കൊണ്ട് നടപ്പിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കാശുകളൊക്കെ എങ്ങനെയാണ് കൈകൊണ്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് പറയുന്നത്. SDRF ഫണ്ടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ സംശയം, അതായത്
ഒരു കോടതി എന്നുള്ള നേരത്തെ പറഞ്ഞു വന്ന കണക്ക് ആ പദവിയിലിരിക്കുന്ന വ്യക്തികളൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങളും ഇവിടെ ജനിച്ചു വളർന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് തന്നെയാണ്. നിങ്ങളെ ഈ മാസാമാസം അക്കൗണ്ട് വീഴുന്ന ശമ്പളം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നികുതിപ്പണം കൂടിയാണ്. നിങ്ങളും കൂടി കണ്ടതാണ് ഈ നാട്ടിൽ എങ്ങനെയാണ് ഒരു ദുരന്തമുണ്ടായെന്ന്. അവിടെ നിങ്ങൾ രാഷ്ട്രീയം കലർത്താതെ നിങ്ങളുടെ നഗ്ന നേത്രം കൊണ്ടാണ് കാഴ്ചകൾ കാണേണ്ടത്. രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് കുറുക്കുവഴികളിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ചിലർ പറഞ്ഞ വാചകങ്ങളെ, പ്രത്യേകിച്ച് അമിത്ഷായെ പോലുള്ളവർ പറഞ്ഞ വാചകങ്ങളെ ഒന്നുകൂടി അടിവരയിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണത്. എന്ത് കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഭയങ്കര വിശ്വാസിയായിരിക്കും, എല്ലാമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രവർത്തിക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ കാലത്തും കണക്ക് പറയേണ്ടി വരും. അത് ഒരു നമ്മൾ എത്രത്തോളം നിങ്ങൾ അതിനെയൊക്കെ അല്ല എന്ന് കരുതിയാലും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എത്ര മനുഷ്യരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്, അത് എത്രത്തോളം വസ്തുതാപരമായിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. കാര്യം ഈ തിരിച്ചടി ലഭിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ആശങ്കയിലേക്കാണ് നിങ്ങൾ വീണ്ടും വാക്കുകൾ കൊണ്ട് ആശങ്കകൾ കോരിയിട്ട് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും മനസമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഉയരങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ആ സീറ്റിലിരുന്ന് നിങ്ങൾ ഈ ലോകം അറിയുന്ന ആളാകുമെന്ന് കരുതുന്നുണ്ടോ? മനസമാധാനമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾക്ക് കാത്തിരുന്ന് ജീവിതത്തിൽ അറിയാൻ പറ്റും. മറ്റുള്ള മനുഷ്യരുടെ ആശങ്കകൾക്ക് നേരെ അങ്ങനെയാണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. അതാണ് ഈ പ്രകൃതിയുടെ ഒരു നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ പലരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രകൃതിക്കൊരു നീതിയുണ്ട്. ആ നീതി എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവങ്ങളിലോ നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സങ്കല്പങ്ങളിലോ ആരാലൊക്കെ എഴുതിപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലോ ഒന്നുമല്ലെന്നേ. അത് നിങ്ങളുടെ പ്രവൃത്തി ബേസിലാണ്. അത് നിങ്ങളുടെ ഒരാളുടെ കണ്ണീര് അനാവശ്യമായി വീഴ്ത്തിയിട്ടുണ്ടോ അതിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യരുടെയൊക്കെ നമ്മളത് ഈ കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, അവർ മറ്റേ മനസാവാച അറിയാത്ത കാര്യത്തിന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ ആ വേദന എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സന്ദർഭത്തിൽ തീർച്ചയായും കടന്നു വന്നിരിക്കും. അതുകൊണ്ട് പറയാനുള്ളത്, ഏത് ഏമാന്മാരായിരുന്നാലും ഈ സുരേഷ് ഗോപിസൊക്കെ കാണിക്കുന്ന ഏമാന്മാർ മനസ്സിലാക്കേണ്ടത് പഞ്ച് ഡയലോഗും മാപ്രകളിലൂടെയൊക്കെ പേരുകളൊക്കെ കേൾക്കുമ്പോഴും ആ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ കുളിര് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റെന്തോ വലുത് വരാൻ വേണ്ടിയുള്ള കുളിരാണെന്ന് മനസ്സിലായിക്കൊള്ളൂ. സാധാരണക്കാരായ മനുഷ്യരാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു ജഡ്ജിയുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മറന്നു പോകുന്നു എന്നാണ് ആ തീരുമാനം അല്ലെങ്കിൽ ആ പഞ്ച് ഡയലോഗ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഡയലോഗ് കൊണ്ട് നിങ്ങൾക്കിപ്പോ കുറച്ച് കയ്യടി ചില ഏരിയകളിൽ, അതായത് ഈ മനുഷ്യർ ഇങ്ങനെ ആകട്ടെ എന്നും അവരുടെ മതം തിരയുന്നവർക്കെല്ലാം ഒരു വലിയ സന്തോഷം കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ആ വീഴ്ചയിൽ തന്നെ ചിലർ കണ്ടിട്ടില്ലേ, 1 രൂപ പോലും എന്ത് ചെയ്യരുത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കരുതെന്നാണ്. ആ ദുരിതാശ്വാസ നിധിയുടെ വിഹിതം കൊണ്ടാണ് ഇപ്പോ അവർ വാടകയ്ക്ക് ഏതെങ്കിലും ഒരു സുരക്ഷിത ഇടങ്ങളിൽ കിടക്കുന്നത്. അവർക്ക് മാസാമാസം പോക്കറ്റ് മണി കൊടുക്കുന്നത്. 1 രൂപ ഈ നാടിലെ ആ മനുഷ്യരുടെ കൂടി നികുതിപ്പണം കൊണ്ടുപോയവർ സഹായം എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടില്ല. അപ്പോ മനസ്സിലാക്കേണ്ട, ഏത് ജഡ്ജിയന്മാരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ വരുന്ന സന്ദർഭം ഉണ്ടാകാതിരിക്കട്ടെ, ആരുടെയും ജീവിതത്തിൽ വരാതിരിക്കട്ടെ. പക്ഷേ സംഭവിച്ചു പോയവരുടെ ജീവിതത്തിലേക്ക് ഇരുളടയ്ക്കുന്ന രീതിയിൽ, അവരുടെ ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാൻ ഒപ്പം നിൽക്കുന്നതാണ് മനുഷ്യത്വമെന്നും മാനവികതയെന്നും നമുക്ക് പറയേണ്ടി വരികയാണ്. അതിനപ്പുറത്തേക്ക് ആ കിട്ടാൻ ഉള്ള കാര്യത്തെ പല കാരണങ്ങൾ പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ, അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ, അതിനെ വൈകിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ജുഡീഷ്യറി ആണെങ്കിലും ശരി, മാധ്യമങ്ങളാണെങ്കിലും ശരി, മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷകൾക്ക് മേലാണ് വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ടോ നിങ്ങളുടെ ദൃശ്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ എല്ലാം വേദനകൾ കോരിച്ചൊരിയുന്നത്. ആ കോരിച്ചൊരിയുന്ന വേദനകൾക്ക് നാളുകളിൽ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കുക അപ്രതീക്ഷിതമാണതല്ല. ആ അപ്രതീക്ഷിതമായി സംഭവിച്ചതിൽ ജുഡീഷ്യറി പോലെ ഇമാതിരിയുള്ള സുരേഷ് ഗോപിസോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുകത്തേ ഉള്ളൂ. അല്ലാതെ
SDRF ഫണ്ടിനെ സംബന്ധിച്ച് എത്ര രൂപ ചെലവാക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ ചോദ്യത്തിന് ഒരു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ തന്നെ വന്ന് മറുപടി പറയണം. ആ മറുപടി കൃത്യമായിട്ട് മാറ്റിവെക്കാൻ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിച്ച് പഞ്ച് ഡയലോഗ് അടിക്കുമ്പോൾ ചിലപ്പോ ചില ഏരിയയിൽ നിന്ന് പ്രത്യേക കൈയടിയും അല്ലെങ്കിൽ ഇതിനെ മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ ഈ ഒരു സിസ്റ്റത്തെ, നിങ്ങൾ ഇരിക്കുന്ന ജുഡീഷ്യറി എന്ന സിസ്റ്റത്തെ കുറിച്ചുള്ള വിശ്വാസ്യത ഈ നാട്ടിലെ മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് പറഞ്ഞവർ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ ആ കസേരയിൽ ഇരുന്ന് അതിന്റെ വില കളഞ്ഞ വ്യക്തിയായിട്ട് മാത്രമേ ഈ സമൂഹം അടയാളപ്പെടുത്തത്തുള്ളൂ. ആ ഒരു വിധി നിങ്ങൾ പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ ഡയലോഗ് അടിച്ചു എന്ന് കരുതിക്കൊണ്ട് ഈ സമൂഹം ഒരിക്കലും നിങ്ങൾ ആ പദവിയിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളെ ബഹുമാനിക്കാൻ പോകുന്നില്ല. വെറും പഞ്ചപുച്ഛമടക്കിയും പുജ്ഞത്തോടു കൂടി മാത്രമേ നിങ്ങളുടെ വരുംകാല ജീവിതത്തെ ഈ സമൂഹം അടയാളപ്പെടുത്തത്തുള്ളൂ എന്നൊക്കെ ഈ ഏമാന്മാരൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ കുറച്ചു പേരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, കേട്ടു എന്ന് കരുതുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനേ പറ്റുള്ളൂ, പല കാര്യങ്ങളിൽ കയറി പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ പല സ്റ്റേറ്റുകൾക്കും നമ്മൾ ആന്ധ്രയിൽ കണ്ടു, ഉത്തരാഖണ്ഡിൽ കണ്ടു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കണ്ടു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 1000 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. ഒരു വൈറ്റ് വാഷ് ചെയ്ത് പോയതാണ്. അവിടെ വന്ന് കണ്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് പോയൊരു മനുഷ്യന് എങ്ങനെ കഴിയുന്നു എന്നാണ്. നമ്മളൊരു മനുഷ്യർക്കൊരു, അതായത് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവരാണ് നമ്മൾ. ഇതൊക്കെ ഒരു അവസ്ഥയെ കണ്ട കയ്യിലുള്ളതോ ഇല്ലാത്തോ എടുത്ത് 1 രൂപയെങ്കിലും ഒരു ചായെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള മനസ്സുള്ളവരാണ് ഭൂരിഭാഗം മനുഷ്യർ. അല്ലെങ്കിൽ ആ സങ്കടങ്ങൾ കാണുമ്പോൾ ആ നിലവിളി കേട്ടിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മളൊക്കെ ഹൃദയം പൊടിയാതെ അത് കേട്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രാത്രി ഉണ്ടായ അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യർ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഈ പൂർണ്ണമായിട്ട് വെട്ടി നിരത്തിയതിനു ശേഷം ഈ ചില വേരുകൾ ഇരുന്നിട്ട് ഒരു കിളിർപ്പ് പുറത്തേക്ക് വരുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു പുതു നാമ്പ് ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയുമായി കടന്നു വരും പോലെയാണ് ഓരോ വാടക ഇടങ്ങളിൽ അവർ കയറിയതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ആ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയൊക്കെ സംബോധിക്കുന്നതും ഈ ചർച്ചകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ആ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് പറയാതെ ഇതാണ് റിപ്പോർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് ആ തോന്നിവാസത്തെ വിളിച്ചുകൂവിക്കൊണ്ട് കടന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ എക്സ്പെൻഡിച്ചറിന്റെ എക്സ്പെൻസ് ആയിട്ട്, അതായത് അന്ന് മെമ്മറാണ്ടം കൊടുത്തതിന്, അതായത് കുഴിവെട്ടിയതിന് പോലും പണം എഴുതിയെടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്തവർ പിന്നീട് ഇപ്പോ അവർ പറയുകയാണ് ഇത് കേരളം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൃത്യമായിട്ടുള്ള നിവേദനം തന്നിട്ടില്ല. അന്ന് മെമ്മറാണ്ടത്തെ നിങ്ങൾ എക്സ്പെൻഡിച്ചർ എന്ന കാര്യത്തെ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ആഘോഷിച്ച് പലതരത്തിൽ വ്യാജ പ്രചരണം നടത്തിയവർ, ഈ സംസ്ഥാനം തീവട്ടിക്കൊള്ള നടത്തിയത്, 1 രൂപ പോലും ചെലവാക്കാത്തവർ എല്ലാം തീവട്ടിക്കൊള്ള നടത്തിയെന്ന രീതിയിലൊക്കെ ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങൾ വെച്ച് വാർത്ത കൊടുത്ത് കച്ചവടം നടത്തിയവർ, ഇപ്പോഴും ഇത് തന്നെ ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ സന്ദർഭത്തിൽ ഇതാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്നുണ്ടെങ്കിലും അതിനും തകർച്ച തന്നെയാണ് കാത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കാലത്തിന്റെ നീതിയായി മാറും. കാര്യം ഈ കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഏത് സിസ്റ്റവും, അത് നിയമം, പോലീസ്, ഫയർഫോഴ്സ് അല്ലെങ്കിൽ കോടതികൾ എന്തും ആയിക്കോട്ടെ, ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ മനുഷ്യർക്ക് നീതി ഉറപ്പാക്കാൻ ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ പിന്നീട് അതിനൊക്കെ എന്താണ് വാല്യൂ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരും. അതിനൊക്കെ ഒരു കാലത്ത് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടമേ. അപ്പൊ ഇതാണ് ഈ രാത്രി പറയാനുള്ളത്. ഉണ്ണി കുളപ്പള്ളിയുടെ ഒരുപാട് പ്രതികരണങ്ങൾ സ്ഥിരം കാണാറുണ്ട് എല്ലാ വീഡിയോയും. താങ്ക്സ് ബ്രോ, കാണണം, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, വായിക്കുന്നില്ല. സ്വയം പുകഴ്ത്തൽ വാർത്ത വായിക്കുന്നില്ല. ജോയ്സി ഫിലിപ്സ്, വേണുഗോപാൽ കെ, അനിൽ പി ജോൺ, ചാണകം ചാരിയാൽ ജഡ്ജ്മെന്റ് ഉറപ്പായിട്ടും അതൊക്കെ സ്വന്തം പദവികൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം ഈ ഇരിക്കുന്ന പദവിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നത്, തല കുനിക്കേണ്ടി വരുന്നത്. ആ തല കുനിച്ചവർ ആരെയും സമൂഹം ഒരു കാലത്തും ഒരിടങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടില്ല, ഓർത്തിട്ടില്ല. ആ ഇരുന്ന പദവിയെ മലിനമാക്കി കടന്നുപോയവർ എന്ന ചിന്ത മാത്രമേ സമൂഹത്തിനുണ്ടാകൂ എന്നുള്ളത് മാത്രമാണ്. ഓരോ വ്യക്തിയും ഓരോ കസേരയിലിരുന്ന് ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ ഇതിലിരുന്ന് എന്ത് ചെയ്യുമോ, നാളെ നിങ്ങൾക്ക് ആ വേണമെങ്കിൽ കസേരയിലിരുന്ന് പണം ഉണ്ടാക്കാം, വഴിവിട്ട് പണമുണ്ടാക്കി മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ഉതകാതെ പോവുകയെ, പ്രത്യേകിച്ച് ഈ കണ്ണീര് സന്ദർഭത്തിലൊക്കെ ചെയ്താൽ ഉതകത്തില്ല. അത് വാങ്ങി കഴിക്കിച്ചാലോ അല്ലെങ്കിൽ അത് വാങ്ങി എന്തെങ്കിലും കൊടുത്താലോ അത് നാളുകളിൽ നിങ്ങൾക്ക് വേദനയായിട്ട് മാറും എന്ന് മാത്രം
ഒരു തിരിച്ചറിവുണ്ടാകണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ രാത്രിയിൽ മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം. കുറച്ച് പേരെങ്കിലും ഒക്കെ കണ്ടു എന്ന് കരുതുന്നുണ്ട്. കുറച്ച് പേരുടെ പ്രതികരണങ്ങൾ കേട്ടു. അപ്പോൾ അഭിപ്രായങ്ങൾ കേൾക്കുന്നവർ പങ്കുവയ്ക്കാം.